പള്ളിക്ക് പാഴ്സനേജ് നിങ്ങൾ വാങ്ങിച്ചു. അത് നല്ലൊരു പാഴ്സനേജാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇനിയൊക്കെ നടത്തി നല്ല രീതിയിൽ നല്ല രീതിയിലാണ് ആ പാഴ്സനേജ് ഉള്ളത്. അപ്പോൾ ഈ പാഴ്സനേജ് വന്നതിന് ശേഷമാണ് പുതിയ അച്ഛൻ വന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ വികാരി ബെന്യച്ചനാണ് അവിടെ ആദ്യമായിട്ട് താമസിക്കുന്നത്. വികാരിയായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം വന്നതിന് ശേഷം അവിടെ വന്ന് ഒരു പള്ളിയുടെ പാഴ്സനേജിൽ ഒരു വികാരി വന്ന് താമസിക്കുമ്പോൾ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് പിന്നെ വികാരിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇടവാങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്തേണ്ടത് ഈ വികാരിയാണ്. അങ്ങനെ ഈ വികാരിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാലും ഇവിടെ വികാരിയായിരുന്ന അച്ഛനായിട്ടും അച്ഛന്മാരൊക്കെ ദൂരെ നിന്ന് വരുന്നവരെ തലേദിവസം വന്ന് സന്ധ്യാസ്കാരമൊക്കെ നടത്തി കുർബാനയൊക്കെ നടത്തി തിരിച്ചു പോകുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വികാരി നിങ്ങളോടൊപ്പം തന്നെ പള്ളിയിൽ തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ പ്രാർത്ഥനയിൽ താമസിക്കുമ്പോൾ കൂടുതലായി ആ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലീഡർഷിപ്പ് എന്നുള്ള ലീഡർഷിപ്പ് വളരെ ശ്രേഷ്ഠമായത് എല്ലാവരും തന്നെ കിട്ടിയിട്ടുണ്ട്. ആരും ആരെക്കാൾ കൂടുതലോ കുറവായിട്ടോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കണ്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും കുറ്റബോധം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അച്ഛൻ. നമുക്ക് കുറ്റബോധം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർഹിക്കുന്നതിൽ കൂടുതലാണ് നമുക്ക് കിട്ടിയെന്നൊരു തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഞാൻ സംസാരിച്ചുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ ഒന്നിനൊരു ഡിമാൻഡിങ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും എല്ലാ കാര്യത്തിനും കൃത്യമായ ഫോളോ അപ്പ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഞാൻ അച്ഛനും കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അച്ഛനെ ഇരുത്തിക്കൊണ്ട് പറയാമെന്ന് എനിക്ക് അറിഞ്ഞത് ഇതുവരെ അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ കാണുന്ന പോലുള്ള ഒരു പരീക്ഷ സ്വഭാവമുള്ളവരെ മൂടി അങ്ങനെ ഇത് അവിടെ അത് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം ഞാൻ പൊതുവെ ശുശ്രൂഷ ചെയ്യുന്ന കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. സ്ട്രെസ് ഇല്ല. രാവിലെ വരുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഇല്ല, ഇറങ്ങി പോകുമ്പോൾ ഒരു സ്ട്രെസ് ഇല്ല. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സ് മതമായി കയറിയ ഒരാളാണ്. ഒരുപാട് അച്ഛന്മാരോടെ മതമായി കയറി. പക്ഷെ എനിക്ക് വില്ലേജിൻ്റെ അത്രയും കംഫർട്ടബിളായിട്ട് പണ്ട് എൻ്റെ കൊച്ചിലെ മതമായി ഞാൻ ആദ്യം കയറുമ്പോൾ കൊട്ടാര കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന കോശേശ്വരോടെ കയറുന്ന അതേ ഫീലിംഗ് എനിക്ക്. എന്നുവെച്ചാൽ എൻ്റെ 9 വയസ്സിൽ എനിക്ക് തോന്നുന്ന ഫീലിംഗ് എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ തോന്നുന്നു. അത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ ഇപ്പോൾ ഇവിടെ രോഗബാധിതരായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇതിൽ ഇടവക്കാർക്ക് പോലും അറിയാൻ വയ്യ. എനിക്കറിയാം, കാരണം എനിക്ക് ആ കുടുംബമായിട്ട് നല്ലപോലെ ക്ലോസ് ബന്ധം ഉണ്ടായിരുന്നുണ്ട്. അച്ഛൻ്റെ ഫോളോ അപ്പ് മിക്കവാറും ഓൾമോസ്റ്റ് എവരി വീക്ക് ഒരു ദിവസമെങ്കിലും അച്ഛനോടെ പോവുകയും അവരെ ചേർത്ത് നിർത്താനും അവർക്ക് അമ്മച്ചിയുടെ മരിച്ചുപോയി. പക്ഷെ അവർക്ക് എന്തൊരു സപ്പോർട്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അച്ഛൻ നാട്ടിൽ പോകുന്നതിൻ്റെ ഒന്ന് അമ്മച്ചി മരിച്ചുപോയി. പക്ഷെ അച്ഛനത് ഭയങ്കര സങ്കടമായിരുന്നു. വെച്ചാൽ തിരികെ വരാൻ തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് കയറാൻ തിരികെ വരാൻ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞാൽ വേണ്ട പൊക്കോളം പറഞ്ഞേറെ അച്ഛന്മാരെ എല്ലാം ക്രമീകരിച്ച് ഫ്ലൈറ്റ് കയറുന്നിടം വരെ വിളിച്ചു. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങാതിരുന്ന് വിളിച്ചു. അത്രയും ഉത്തരവാദിത്തോടുകൂടി എനിക്ക് ഇതിൽ കൂടുതൽ ഫോളോ അപ്പ് ഉള്ള ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. എല്ലാം ഞാൻ പറഞ്ഞു, അത് മറ്റാരും അതുകൊണ്ട് മോശമെന്നല്ല. എല്ലാ അച്ഛന്മാരും തന്നെ അതുപോലെ തന്നെ ദൂരത്ത് ഉണ്ടായിരുന്നപ്പോൾ പോലും ചെറുളച്ചനായിരുന്നാലും വരുമായിരുന്നു, ജോസഫച്ചനായാലും വരുമായിരുന്നു, വിജയച്ചനായാലും എല്ലാവരും എല്ലാ ആവശ്യങ്ങൾക്കും വന്ന് സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നേതൃത്വം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ ഈ പാഴ്സണലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. പാഴ്സണലായാലും പള്ളിക്കായാലും നമ്മുടെ ഈ പള്ളിയിലെ അംഗങ്ങളുടെ മാത്രമല്ല, മാർത്തോമാ ചർച്ചിൽ നിന്നുള്ളത്, കാത്തലിക് ചർച്ചിൽ നിന്നുള്ളത്, ഹിന്ദുക്കളായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഏറെ അധ്വാനിച്ചിട്ട് അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഫലം ഉണ്ടായി. അതുകൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് മാത്രമല്ല ഈ നാടിനും അവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അവരോടെല്ലാം ഞങ്ങൾ അങ്ങേറ്റം കടപ്പെട്ടിരിക്കുന്നു. അച്ഛന് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ട്? വളരെ സന്തോഷത്തോടെ ഉള്ളൊരു ഇടവകയാണിത്.
നമുക്ക് ഈ ഇടവകയുടെ വിജയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരുമിപ്പും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. ഇവിടെ സൈതാനും വിൽസനും അജുമോനും പറഞ്ഞു ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നു. ഞാൻ ഈ ദേവാലയം തന്നെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇവിടെ ദേവാലയം മേടിക്കുവാനും ഇവിടുത്തെ സർവീസിന്റെ ആയിട്ടുള്ള പാഴ്സനേജ് മേടിക്കുവാനും തക്കവണ്ണം ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. നമ്മൾ പല സന്ദർഭങ്ങളിൽ അതിന് ഫൗണ്ടേഷൻ മെമ്പേഴ്സിന് എല്ലാവരെയും കൃത്യമായിട്ട് ഓർക്കുന്നു. വിൽസന്, സാധന്, സൈസാന്, അജുമോന്, മധുവ്, കുര്യൻ, മാണിച്ചാന്, ജോസ്റ്റാന്, ലിൻസ്, സോണിമാമ, മത്തായിച്ചാന്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇപ്പോഴത്തെ ട്രസ്റ്റ് ജോർജ്, സെക്രട്ടറി ഷാജി, ലാലു, സിബു, സണ്ണിച്ചായനും, സൂക്ഷ്മമ്മ, കമ്മിറ്റി മെമ്പർ, ഇവരൊക്കെ കൂട്ടായ്മയുള്ള പ്രവർത്തനം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ മാസത്തിലൊന്ന് വേസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നമ്മൾ ഒരു 4-5 മണിക്കൂർ 5-6 പേരെങ്കിലും എല്ലാ മാസവും റെഗുലറായിട്ട് പോയിട്ടുണ്ട് അവിടെ വോളണ്ടിയർ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത് ഇവിടെയുള്ള ചാരിറ്റിയോട് നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പോൺസാണ്. ഈ സ്കൂളിന്റെ ആവശ്യം വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥാപനത്തിലാണ് അവരുടെ സ്കൂള് 1.5 വർഷം നടത്തിയത്. അതും നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഓർപ്പിച്ചതുപോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഉത്കടമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ സത്തായ കർത്താവിനെ കാണാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ആ ഹൃദയത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിനനുസരിച്ചൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, അതിനനുസരിച്ച് കണ്ണുനീരുണ്ടെങ്കിൽ, ഒരുമിച്ച് സ്വാർത്ഥത മറന്നുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ തമ്പുരാൻ പ്രവർത്തിക്കും. എനിക്ക് ഈ ദേവാലയം 7 പേര് മാത്രമുള്ളപ്പോഴാണ് ഇവിടെ മേടിക്കാൻ പറ്റുന്നിടയാൻ. എന്റെ സൗത്ത് അമേരിക്കൻ പ്രവർത്തനം കാനഡയിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ട് കാൽഗറി വന്നപ്പോൾ അവിടെ 14 മെമ്പേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ സ്ഥലം മേടിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അവിടെ മില്യൻസ് വില വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത് എങ്ങനെ മേടിക്കുമെന്ന് ഞങ്ങളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് വിസിറ്റ് തിരുവേണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പകുതി ആളുകളുള്ള ജാക്സൺ ഒരു പള്ളി ആളുകൾ അവിടെ ദേവാലയം ഒരു സ്വന്തമായിട്ടൊരു മേടിച്ചു. ഞങ്ങൾ ബെയർലാൻഡ് മേടിക്കാനാണ് ചിന്തിച്ചത്. അപ്പൊ ആ സ്ഥാനത്താണ് തിരുവേണി ഇങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു തോട്ട് നമുക്ക് തരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് അവിടെ സ്ഥലം മേടിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് പ്രേരകരമായിട്ടുള്ള ഒരു സംഗതി ഇവിടെ ദേവാലയം മേടിച്ചു എന്നുള്ളത്. അന്ന് ഞങ്ങൾ 28 ഏക്കർ ബെയർലാൻഡ് മേടിച്ചു. അന്ന് 4.14 ആയിരുന്നുള്ളൂ. അപ്പൊ ഒരു ദൈവ നിയോഗമായിരിക്കും ഇവിടേക്ക് തന്നെ അച്ഛനും എന്ന് വരാൻ സാധിച്ചത്. എനിക്കത് വലിയൊരു ചരിത്ര നിയോഗം പോലെ എനിക്ക് അത് തോന്നി. അന്ന് അത് 28 ഏക്കർ മേടിച്ച സ്ഥലം അന്ന് 4.14 ആയിരുന്നു. അതിപ്പം 2015 സോൺ ചെയ്തു. കഴിഞ്ഞ 2019 അത് വിറ്റു 2.1 മില്യൺ. അതിൽ നിന്ന് 12 ഏക്കർ കൊടുത്തു. ദേവാലയയുടെ സമരം ചെയ്യുന്നു. അതിന്റെ ഒരു നല്ലൊരു എമൗണ്ട് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുവാനും ഇവിടെ പ്രവർത്തിക്കുവാനും പശ്ചാത്തലത്തിൽ സന്തോഷം നമ്മുടെ ഹൃദയത്തോടെ ദൈവത്തിന്റെ വിളിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ വർത്തമാനം എന്ന പങ്ക്തിയിലേക്ക് എല്ലാവരും വന്നു. നിങ്ങൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ പള്ളിയുടെ ചരിത്രങ്ങളും പള്ളിയുണ്ടായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.